evening, Trivandrum. Good evening, everybody. Thanks a lot for making it today evening. This is our after our 9th edition, we have come to Kerala. 9 times we have done it before, and first time it was in Dubai. We did it 9 times there. And after that, 2 times in Doha and 1 time in Bahrain. And right now, we have reached Kerala, Trivandrum. And this is to honor all the people who actually strive to make a difference in the last year. All these people who are around you, just take a look around and please give them a big round of applause because they are indeed what we call heroes. ഞാൻ അടുത്ത അവാർഡിലേക്ക് കടക്കാണ്. MD ഏഷ്യ ഇന്നോവേഷൻ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് സൗദി അറേബ്യ ശ്രീ പ്രജീഷ് കർഗയിലിനാണ് ഈ അവാർഡ്. അദ്ദേഹത്തിന്റെ വീഡിയോയിലേക്ക്. Mr. Prajesh Karukayal, Managing Director, Asia Innovation Trading and Contracting, Saudi Arabia. Mr. Prajesh Karukayal is a shining example of entrepreneurial success and generosity. His deep understanding of the local market, coupled with a visionary outlook, allowed him to build AICCO into one of the leading construction and contracting firms in the region. Beyond his business acumen, Mr. Prajesh is a passionate philanthropist who believes in giving back to the community that helped him achieve success. സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ അവാർഡ് സ്വീകരിക്കുന്നതിനായി ശ്രീ പ്രജീഷ് കർഗയിൽ, MD ഏഷ്യ ഇന്നോവേഷൻ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് സൗദി അറേബ്യ, ഇന്ന് ഗ്ലോബൽ വീഡിയോ ഒരുക്കുന്ന ഗോൾഡൻ അച്ചീവ്മെന്റ് അവാർഡ്സിന്റെ ഈ വേദിയിൽ വെച്ച് അദ്ദേഹത്തിന് ആദരം നൽകുന്നു. ശ്രീ PC വിശ്വനാഥ് MLA, കൺഗ്രാറ്റുലേഷൻസ്. അദ്ദേഹത്തിനുള്ള സർട്ടിഫിക്കറ്റ് കൂടി നൽകുകയാണ്. ഗ്ലോബൽ മീഡിയ ഒരുക്കുന്ന ഗോൾഡൻ അച്ചീവ്മെന്റ് അവാർഡ്സിന്റെ ഈ വേദിയിൽ ഇനിയും ഒരുപാട് തിളക്കമാർന്ന വിജയങ്ങൾ നമുക്ക് ആഘോഷിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ വേദിയിൽ തുടരാനായിട്ട് ക്ഷണിക്കുന്നു. ലെറ്റ് മി ഗോ ടു മിസ്റ്റർ പ്രജീഷ്. ഹായ് മിസ്റ്റർ പ്രജീഷ്, ഹൗ ആർ യു? എല്ലാം സുഖമല്ലേ? എല്ലാം ഗംഭീരമായിട്ട് പോവല്ലേ? എങ്ങനെയാണ് ഇപ്പൊ ബിസിനസ് അഫെയർ ചെയ്യുന്നതെന്ന് പറയൂ പ്ലീസ്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ബിസിനസ് രംഗത്ത് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അവാർഡാണ്. അതുകൊണ്ട് ഈ ഒരു അവാർഡ് എന്നും മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒരു അവാർഡായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഈ ഒരു അവാർഡിന് അർഹമാക്കിയത് നമ്മുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ബിസിനസ്സിലുണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ ദമാം നവോദയയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ആ ഒരു വഴിയിലാണ് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം നടത്തി പോരുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു തുടർച്ച വീണ്ടും ആഗ്രഹിക്കുകയാണ്. ഈ ഒരു അവാർഡ് അതിനൊരു പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു ഗ്ലോബൽ മീഡിയ. കൺഗ്രാറ്റുലേഷൻസ്.